Hi dear students, welcome back to Xylem Learning. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ഷൻ ക്യാമ്പയിനെ കുറിച്ചാണ്. ഇലക്ഷൻ ക്യാമ്പയിൻ എന്താണെന്ന് മക്കൾ പഠിച്ചതാണ്. ഇനി ആ ഒരു ഭാഗം മാത്രം എടുത്തു തരുമ്പോൾ കുറച്ചും കൂടി എന്തായിരിക്കും ക്ലിയർ ആയിരിക്കും, കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ, ഇലക്ഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അത് നടക്കുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സാർ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാ മക്കളും ത്രൂ ഔട്ട് കാണാം. നമുക്ക് വിത്തിൻ 10 minutes എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ ഒരു 10 minute കൊണ്ട് നമുക്ക് എന്ത് പഠിച്ചെടുക്കാം, ഇലക്ഷൻ ക്യാമ്പയിൻ കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനുള്ളത് the main purpose of election is to give people a chance to choose the representative, the government and the policy they prefer. അതായത് നമ്മളിവിടെ പറയുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, പീപ്പിൾസിനെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യണം. അതുകൂടാതെ എന്ത് ചെയ്യണം, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഗവൺമെൻറ് എന്ത് ചെയ്യണം, പോളിസീസ് മേക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഗവൺമെൻറ് എന്തൊക്കെയാണ് പ്രോമിസസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ടി ഇലക്ഷൻ ക്യാമ്പയിനിൽ എന്തൊക്കെയാണ് പ്രോമിസ് കൊടുക്കുന്നത്, അതനുസരിച്ചാണ് പീപ്പിൾസ് എന്ത് ചെയ്യുന്നത്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ചൂസ് ചെയ്യുന്നത് അല്ലേ. ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോമിസസ് ആയിരിക്കും, ഡിഫറൻ്റ് ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കും, ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ലോഗൻസ് ആയിരിക്കും മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ത് സ്ലോഗനാണോ, എന്ത് പ്രോമിസ് ആണോ, എന്താണോ പോളിസി ആണോ മേക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് പീപ്പിൾസ് എന്ത് ചെയ്യുക, അവരുടെ റൂളേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, പീപ്പിൾസിന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അവരുടെ പ്രതിനിധികൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, therefore it is necessary to have a free and open discussion about who is better representatives. അപ്പോൾ അവിടെ കൃത്യമായിട്ട് എന്ത് നടക്കണം, ഫ്രീ ആയിട്ടുള്ളതും ഓപ്പൺ ആയിട്ടുള്ളതായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കണം. ആരാണ് കൂട്ടത്തിൽ ഏറ്റവും മെച്ചം, ആരാണ് who is the better representatives എന്നുള്ള കൃത്യമായിട്ടുള്ള എന്ത് നടക്കണം, ഒരു ഡിസ്കഷൻ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ആരാണ് മെച്ചപ്പെട്ട ഒരു പ്രതിനിധി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും, അവർ നൽകുന്ന പ്രോമിസസ്, അവർ നമ്മുടെ എന്തൊക്കെയാണോ ബിഗ് ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അത് അവർ എന്ത് ചെയ്യുന്നുണ്ടോ, പബ്ലിക് അറ്റൻഷന് വേണ്ടി അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ടോ, അവരുടെ പ്രോമിസസിലോ പോളിസിയിലോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇനി വിച്ച് പാർട്ടി വിൽ മേക്ക് എ ബെറ്റർ ഗവൺമെൻറ് ഓർ വാട്ട് ഈസ് എ ഗുഡ് പോളിസി. അപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഏത് പാർട്ടിയാണ് ബെറ്റർ ആയിട്ടുള്ള ഗവൺമെൻറ് മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പോളിസി മേക്ക് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് അറിയുന്നത് എപ്പോഴാണ്, ഇലക്ഷൻ ക്യാമ്പയിൻ ടൈമിലാണ്. സാർ ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ വീട്ടിലേക്ക് ഇലക്ഷൻ ടൈമിൽ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വരും. അവർക്കറിയാം മേ ബി നമ്മളൊരു പെർട്ടിക്കുലർ പാർട്ടിയുടെ ആണെന്ന് അറിയാം, എന്നാൽ പോലും എല്ലാ പാർട്ടിക്കാരും നമ്മുടെ വീട്ടിലേക്ക് വരും. അവരെന്താ വരാൻ കാരണം, അവരുടെ പ്രോമിസസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും, അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കും. അപ്പം നമ്മുടെ ഈ പാർട്ടി ഇത്ര കാര്യങ്ങൾ ചെയ്യും, ഈ പാർട്ടി ഇത്ര കാര്യങ്ങൾ ചെയ്യും, ഈ പാർട്ടി ഇത്ര കാര്യങ്ങൾ ചെയ്യും എന്ന് നമ്മൾ എന്ത് ചെയ്യും, കമ്പാരിസൺ നടത്തും. അതിലേതാണോ ബെറ്റർ അത് നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കാൻ നമ്മളൊരു കടയിൽ പോയി എന്ത് ചെയ്യുന്ന, കുറേ സോപ്പ് കണ്ടു. അപ്പോൾ നമ്മൾ ഒരു സോപ്പിന് ചൂസ് ചെയ്യുന്നത് എന്താണ്, അതിലേറ്റവും ക്വാളിറ്റി ഏതാണ്, അതിലേറ്റവും ക്വാണ്ടിറ്റി ഏതാണ്, അതിലേറ്റവും എന്താ പറയുക ഫെയർ പ്രൈസിന് ഏത് പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കും, ഇങ്ങനെ കുറേ ക്രൈറ്റീരിയ നോക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നോക്കും, ഹൂസ് ബെറ്റർ, അല്ലെങ്കിൽ ആർക്കാണ് ബെറ്റർ ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുക, അത് നമ്മൾ കൃത്യമായിട്ട് നോക്കും. അപ്പോൾ അത് നോക്കുന്നത് എന്തിലൂടെയാണ്, ഈ ഇലക്ഷൻ ക്യാമ്പയിനിലൂടെയാണ് നമുക്ക് എന്ത് തിരിച്ചറിയാൻ പറ്റുന്നത്, ആരായിരിക്കും കൂടുതൽ പ്രോമിസസ് നൽകുന്നത്, ആരായിരിക്കും ബിഗ് ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്, ആരായിരിക്കും ബിഗ് ഇഷ്യൂസ് അവതരിപ്പിക്കുന്നത്, അവരെ ആയിരിക്കും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ അത് എപ്പോഴാണ് നടക്കുന്നത്, ഇലക്ഷൻ ക്യാമ്പയിനിലാണ് ഈ പ്രോമിസസും അല്ലെങ്കിൽ എന്താ പറയുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ്, ഇലക്ഷൻ ക്യാമ്പയിൻ ടൈമിലാണ്. എന്നിവിടെ പറയുന്നുണ്ട്, in our country such campaigns take place for 2-week period between the announcement of the final list of candidates and date of polling. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2 വീക്കാണ്, 2 വീക്കായിട്ടാണ് കാണുന്നത്. എപ്പോൾ മുതലാണ് നമുക്ക് പീരീഡ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അനൗൺസ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ ലിസ്റ്റ്, ആരാണ് കാൻഡിഡേറ്റ്സ് എന്നുള്ളത് ഫൈനൽ ലിസ്റ്റ് അനൗൺസ് ചെയ്യുന്നു, അതുമുതൽ ഡേറ്റ് ഓഫ് പോളിംഗ്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്ന ദിവസം, ഇതുവരെയാണ് കോമൺ ആയിട്ടും ഇന്ത്യയിൽ എന്ത് കാണുന്നത്, ഈ ഒരു ക്യാമ്പയിൻ കാണുന്നത്, വിസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡയറക്റ്റ്ലി നമ്മളിലേക്കൊക്കെ എത്തുന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഈ ഒരു 2 വീക്ക് കൊണ്ട് മാത്രം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഹ്യൂജ് പ്രോമിസസ് ഒക്കെ മുമ്പോട്ട് വെക്കാൻ പറ്റുമോ എന്നൊക്കെ മക്കൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഈ ഒരു 2 വീക്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത്, വിസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ബട്ട് നമുക്കിവിടെ കാണാൻ പറ്റും, സാർ പറയാം, ഡ്യൂറിങ് ദിസ് പീരീഡ് the candidates
contact their voters. Political leaders address election meetings and political parties mobilize their supporters. അപ്പോൾ ഈ ഒരു ടൈമിൽ ലീഡേഴ്സ് എന്ത് ചെയ്യും? ലീഡേഴ്സ് ആരുമായിട്ട് കോൺടാക്ട് വെക്കും, അല്ലെങ്കിൽ ആരുമായിട്ട് ഒരു ബന്ധമൊക്കെ പുലർത്താൻ നോക്കും? വോട്ടേഴ്സുമായിട്ട്. വോട്ടേഴ്സ് മീൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി പ്രകാരം ആർക്കൊക്കെയാണോ 18 വയസ്സിന് മുകളിലായിട്ടുള്ളത് അവരെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് മക്കളെ? വോട്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വോട്ടേഴ്സിൽ നിന്നും വോട്ടേഴ്സുമായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടാക്കാൻ, ഒരു റിലേഷൻ ഉണ്ടാക്കാൻ ആര് ട്രൈ ചെയ്യും? ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് ട്രൈ ചെയ്യും. പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസും ലീഡേഴ്സൊക്കെ ഇലക്ഷൻ മീറ്റിംഗ്സും അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ടേഴ്സിനെ മൊബിലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. ഈ ടൈമിൽ ടെലിവിഷനിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ എന്തുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് ആയിരിക്കും കൂടുതലുണ്ടാവുന്നത്? ഇലക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് ആയിരിക്കും കൂടുതലുണ്ടാവുന്നത്. ഇലക്ഷൻ വരുന്നു, ഇന്ന പാർട്ടിയിൽ ഇന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, ഇന്ന കാൻഡിഡേറ്റ് മത്സരിക്കുന്നു, ഇന്നയാൾക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത എത്രയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും. അവരുടെ പിന്നിലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ടെലിവിഷനും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ഈ ഒരു ടൈമിൽ ഉടനീളം എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ബട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദീസ് 2 വീക്സ്. നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 2 വീക്കിലേക്ക് മാത്രമായിട്ട് എന്തോ ഒതുങ്ങുന്നില്ല, ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ഒതുങ്ങുന്നില്ല. സാർ പറഞ്ഞു അത് നമ്മൾ ഡയറക്റ്റായിട്ട് കാണുന്നത് ഈ 2 വീക്ക് ആണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യും? കുറേ മുമ്പ് തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും? ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിപ്പറേഷനും പ്ലാനിങ്ങും ഒക്കെ കുറേ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ഇലക്ഷൻ മന്ത്സ് ബിഫോർ ദേ ആക്ച്വലി ടേക്ക് പ്ലേസ്. എപ്പോഴാണോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അതിനൊക്കെ മുമ്പ് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് തുടങ്ങിയിട്ടുണ്ടാവും? ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമുക്ക് കാണാൻ പറ്റും. ഇനി ഇൻ ഇലക്ഷൻ ക്യാമ്പയിൻസ് പൊളിറ്റിക്കൽ പാർട്ടീസ് try to focus public attention on some big issues. എന്താ പറയുക, ഇലക്ഷൻ ക്യാമ്പയിനിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താ ശ്രമിക്കുന്നത്? എന്താണ് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? വലിയ ഇഷ്യൂസ്, പബ്ലിക് ഇഷ്യൂസിലേക്കൊക്കെ അല്ലെങ്കിൽ വലിയ ബിഗ് ഇഷ്യൂസിലേക്കൊക്കെ പബ്ലിക് അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ആര് ശ്രമിക്കുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസ് ശ്രമിക്കുന്നത്. They want to attract the public to that issue and get them to vote for their party on that basis. അപ്പോൾ ആ ഇഷ്യൂ പബ്ലിക് നോട്ടീസ് ചെയ്യണമെന്നും ആ ഇഷ്യൂ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വന്നാൽ സോൾവ് ചെയ്യുമെന്നും അതിലൂടെ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വോട്ട് ഗെയിൻ ചെയ്യാൻ പറ്റണം എന്നുമുള്ളതാണ് അവരുടെ ലക്ഷ്യം. മാക്സിമം എന്ത് ചെയ്യുക? പബ്ലിക് എന്തിലേക്ക് അട്രാക്റ്റഡ് ആവുക? ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അട്രാക്റ്റഡ് ആവുക എന്നുള്ളതാണ് മെയിൻ മോട്ടീവ് അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് മുതൽ പോളിംഗ് ഡേ വരെ 2 വീക്കാണ് നമുക്ക് നേരിട്ട് കാണുന്നതെങ്കിലും അതിന് എത്രയോ മുമ്പ് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? ഇലക്ഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാക്സിമം എന്തൊക്കെയാണ് പ്രോമിസസ്, എന്തൊക്കെയാണ് പോളിസീസ് മേക്ക് ചെയ്യുക, ഏതാണ് കൂട്ടത്തിൽ ബെറ്റർ ഗവൺമെൻറ്, ഇതൊക്കെ ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത്, ഒരു ടൈം എന്ന് പറയുന്നത്. ആരെ സെലക്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം, പോളിംഗ് ഡേ പോയി ആർക്ക് വോട്ട് ചെയ്യണം എന്ന് വോട്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ടൈമിലാണ്? ഈ ഇലക്ഷൻ ക്യാമ്പയിനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ കുറേ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ ഫോളോവേഴ്സ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ ഫോളോവേഴ്സ് മിക്കവാറും ആ പൊളിറ്റിക്കൽ പാർട്ടീസിന് തന്നെ വോട്ട് ചെയ്യാതിരിക്കാം. അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ നിഷ്പക്ഷരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ജോയിൻ ചെയ്യാത്ത, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിലും കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്യാത്ത കുറേ അധികം ആളുകളുണ്ട്. അവർ എന്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ആയിരിക്കും. ഇലക്ഷൻ ക്യാമ്പയിനിൽ കൊടുക്കുന്ന പ്രോമിസസിനായിരിക്കും. നേരെ മറിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ആളുകൾ ആ പൊളിറ്റിക്കൽ പാർട്ടീസ് വോട്ട് ചെയ്യുള്ളൂ അല്ലേ? അതിപ്പോൾ എന്താ പറയുക, എന്ത് പ്രോമിസസ് കൊടുത്താലും ഏത് പാർട്ടി എന്ത് പ്രോമിസ് കൊടുത്താലും അവർ വിശ്വസിക്കുന്ന പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുക മെജോറിറ്റിയും. അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിൽ വലിയൊരു വിഭാഗം എന്തുണ്ട്? നിഷ്പക്ഷരായിട്ടുള്ള വോട്ടുകളുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും മെമ്പേഴ്സ് അല്ലാത്ത, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഫോളോവേഴ്സ് അല്ലാത്ത, ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ബിലീവ് ചെയ്യാത്ത, ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എപ്പോഴും വോട്ട് കൊടുക്കാത്ത, മാറി വോട്ട് കൊടുക്കുന്ന വളരെയധികം ആളുകൾ ഇവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ഡിസൈഡ് ചെയ്യുന്നത് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഏത് ടൈമിലാണ്? ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ടൈമിലാണ്. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ടൈമിലാണ് അവർ ഡിസൈഡ് ചെയ്യുക അവരുടെ വോട്ട് ആർക്ക് നൽകണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇലക്ഷൻ ക്യാമ്പയിൻ. അപ്പോൾ പല സ്ലോഗൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഇലക്ഷൻ ക്യാമ്പയിനിൽ എന്ത് ചെയ്യുക ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ പബ്ലിക് അറ്റൻഷൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഗരീബി ഹട്ടാവോ, അല്ലെങ്കിൽ പോവർട്ടി നിരോധിക്കുന്നു, പോവർട്ടി നിർത്തലാക്കുന്നു, റിമൂവ് ദ പോവർട്ടി എന്നൊക്കെയുള്ള സ്ലോഗൻ നമ്മൾ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് വെച്ചതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ലൈക്ക് ദാറ്റ് അതുപോലെയുള്ള പല സ്ലോഗൻസും എന്ത് ചെയ്യും പല പൊളിറ്റിക്കൽ പാർട്ടീസും മുമ്പോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ഷൻ ക്യാമ്പയിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ചാപ്റ്റേഴ്സിൻ്റെ ഇങ്ങനെ ചെറിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.